ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നോക്കണം ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അതിനെക്കാട്ടും മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഓക്കെ ഗായ്സ്, വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ സൗണ്ട് കുറച്ചൊക്കെ ആയിരുന്നു. എനിക്ക് ആ പാട്ടിൻ്റെ സൗണ്ട് കേട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണ ടീം ഓഫ് ദി ഇയറും ഫുട്ബോൾ സെൻറ്ററും പിന്നെ ഡേവിഡ് ബെക്കാമിൻ്റെ ക്രോണിക്കലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നമുക്ക് ആദ്യം തന്നെ പോകേണ്ട ടീം ഓഫ് ദി ഇയർ. ആ ടീം ഓഫ് ദി ഇയറിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെ കാണുന്നത് ആദ്യം തന്നെ ഞാനിപ്പോൾ അതെ മെയിനിൽ തന്നെ ആദ്യം പോവാം. മെയിനിൽ പോയിട്ട് ഈ റിവീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് 100,000 ഇത് കിട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളെ കുറിച്ച് എല്ലാവരെയും വെച്ച് കളിക്കാം. എല്ലാവരെയും കൊണ്ട് കളിക്കാം. ലാസ്റ്റ് കളിച്ച് ജയിച്ചിട്ട് ഈ ഒരു മാസ്റ്ററാനൊക്കെ കിട്ടും. അതാണ് മെയിനിൽ വന്ന. പിന്നെ കുറേ അടുത്തതിൽ വന്നെന്ന് പറയാം റോഡ് ടു ഐക്കണാണ്. ആ റോഡ് ടു ഐക്കണി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ക്രേസി ലെവല് ഇത് കണ്ട. ഇത് ഇങ്ങനെ കുറേ ലെവൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ഈസി എന്ന് പറഞ്ഞാൽ സ്കിൽ ഗെയിം കളിക്കണം, ഒരു മാച്ച് കളിക്കണം, പിന്നെ ഒരു സ്കിൽ ഗെയിം കളിക്കണം. അതാണ് ഈസി. ഹാർഡ് എന്ന് പറഞ്ഞാൽ സ്കിൽ ഗെയിമും ഒരു മാച്ചും കളിക്കണം. ഇത് ഏറ്റവും ക്രേസി ആണെങ്കിൽ ഇമ്പോസിബിൾ ആണെങ്കിൽ മാച്ച് മാത്രം കളിച്ചാൽ മതി. അതിന് ഓരോരോ ടോക്കൺ വന്നിട്ടുണ്ട്. ഈസിയിൽ 150 ടോക്കൺ, ഹാർഡിൽ 200 ടോക്കൺ, ക്രേസിയിൽ 300 ടോക്കൺ വെച്ചാണ് ഇവർ തന്നെ. ഇപ്പോൾ കുറേ വീക്കായിട്ടാണ് എനിക്ക്. ഇപ്പം ഓൾറെഡി ഇപ്പം വീക്ക് 1 ആയിട്ടുള്ളൂ. വീക്ക് 1 റിവാർഡ് ഞാൻ എല്ലാവരും കളക്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഞാൻ എല്ലാ റിവാർഡും കളക്ട് അതായത് ഈ കൈ കൂട്ട് കിടക്കണ സാധനം ടിക്കുണ്ട്. ഞാൻ എല്ലാ സാധനവും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വീക്കും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ ഹാർഡ് കളിച്ചപ്പോഴാണ്. ഹാർഡ് ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു. ഈ ക്രേസി ഞാൻ കളിച്ചേക്ക് ഞാൻ തോറ്റുപോയി, 1-2 തോറ്റു. അതങ്ങനെയാണ്. നല്ല അതൊക്കെയാണ് ഇത് തന്നെ. രണ്ടാമത്തെ തന്നെ എന്ന് പറഞ്ഞാൽ നോമിൻ എന്നാണ് വന്നാക്കണം. അത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കളിക്കണം എങ്ങനെയെന്ന് അറിയും. ഇത് 3 മാച്ച് വന്നിട്ടുണ്ട്. 3 മാച്ച്. ആ 3 മാച്ചിലും സ്കോർ 2 ഗോള്, 2 ഗോള് വെച്ച് എല്ലാത്തിലും അടിക്കണം. അങ്ങനെ കളിച്ച് ചെയ്ത് വരുമ്പോൾ നോമിനേറ്റ് ടോക്കൺ കിട്ടും. ആ ടോക്കൺ നമ്മൾ റെഡീം ചെയ്യണം. എന്നിട്ട് ഇവിടെ കുറേ 50 രൂപ കൊടുത്ത് ചെയ്യണം. ആ സാധനം നമുക്ക് തുറക്കാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു ഇതുണ്ടാവും. അങ്ങനെയൊക്കെ ഇതിൽ വന്നാൽ ഇത് എന്നിട്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ 100 മില്യൺ ഡയമണ്ട്, 200 ജെംസ്, മാഷറാനോ വന്നുണ്ട്. ഇത് ഈ പ്ലേയേഴ്സ് വന്നുണ്ട്. ഇതും പിന്നെ മാഷറാനോ, പിന്നെ പ്ലേയേഴ്സ്, അങ്ങനെയൊക്കെ ഇതിൽ തന്നെ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളെ അടുത്തതെന്ന് പറഞ്ഞാൽ ടോട്ടി ഗാലറിയാണ്. നമ്മളെ വിൻ്റർ വണ്ടേഴ്സിലുണ്ടായത് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഇവിടെ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. എൻ്റെ ഓൾറെഡി ഇപ്പം 20 ടോക്കൺ ഉണ്ട്. അത് ഞാൻ ഒരാളെ എക്സ്ചേഞ്ച് ചെയ്ത് അയാളെ കൊണ്ട് മേടിച്ച്. അങ്ങനെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ 107 എക്സ്ചേഞ്ച് ചെയ്താൽ 250 ഷാർട്ട്സ് കിട്ടും. 106 എക്സ്ചേഞ്ച് ചെയ്താൽ 150 ഷാർട്ട്സ് കിട്ടും. 105 120 ഷാർട്ട്സ്, അങ്ങനെ പോകും. ഇങ്ങനെ ഏറ്റവും നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ 103 ആൾക്കാർ എപ്പോഴും കിട്ടണേണ്. 105 99 ഒക്കെ ആൾക്കാർ. അവരെ മാക്സിമം നിങ്ങൾ കൂട്ടി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ആൾക്കാരെ മേടിക്കാം. ഞാനിപ്പോൾ നോട്ടിട്ടാക്കണത് എനിക്കൊരു ഈ ലെഫ്റ്റ് വിങ്ങിലാണ്. എൻ്റെ നീക്കോ വില്യംസ് തന്നെയാണ്. പക്ഷേ ഈ ലെഫ്റ്റ് വിങ്ങും കുഴപ്പമില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇയാളെ എങ്ങനെയെങ്കിലും മേടിക്കാം. അല്ലെങ്കിൽ ലെവൻഡോസ്കിനെ മേടിക്കും. ലെവൻഡോസ്കി എളുപ്പമുള്ള 103 100 ഉള്ളൂ. അത്യാവശ്യം നല്ല കാർഡാണ്. 91 പൈസ്, ഷൂട്ടിങ് 150, 89 പാസിങ്, 107 ഡ്രിബ്ലിങ്, 49 ഡിഫെൻഡിങ്, 100 ഫിസിക്കലി. അത്യാവശ്യം നല്ല
നല്ല കാർഡാണ്. ഇത് റോലറ്റ് എക്സ് സെലിബ്രേഷൻ, ഫിനിഷ് ഷോട്ട്, പവർ ഹെഡർ, ഔട്ട്സൈഡ് ഫുഡ് ഷൂട്ട്, അതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള. അങ്ങനെയൊക്കെയാണ് ഈ ടീം ഓഫ് ദി ഇയറിൽ വന്നിട്ടുള്ള. ഇപ്പം ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ സെൻറ്ററിൻ്റെ ബാക്കാണ്. ഫുട്ബോൾ സെൻറ്റർ അല്ല, ഡേവിഡ് ബെക്കാമിൻ്റെ ബാക്കാണ് വന്നിട്ടുള്ള. ഈ പാക്കല്ല, മറ്റേ ഐക്കൺ ക്രോണിക്കൽസ്, അതാണ് വന്നിട്ടുള്ള. അത് ഞാനിപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് 3 ചാപ്റ്റർ വരെയാണ് അതിലുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇത്രയും കംപ്ലീറ്റ് ആക്കണം. ഇത്രയും കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 100ൻ്റെ റൈറ്റ് മിഡ് ബെക്കാമിനെ കിട്ടും. അത് കംപ്ലീറ്റ് ആക്കി വന്നിട്ട് ഞാനിത് കളിച്ചിട്ടില്ല, ഇത് കളിക്കാനുണ്ട് കുറച്ച്. ഇത് കംപ്ലീറ്റ് ആക്കി വന്നാൽ നമുക്ക് പല പല റിവാർഡ്സാണ്. ഒരു മറ്റേ അവതാരം കിട്ടും. അതൊക്കെയാണ് കിട്ടണം ചാപ്റ്റർ 1. ചാപ്റ്റർ 2 നമ്മുടെ കുറേ മാച്ചൊക്കെ വന്നിട്ടുണ്ട്. കുറേ മാച്ച് കളിച്ചടിച്ച് ഇവിടം വരെ പോകുമ്പോൾ 3 ലയൺസ് ഡെലുക്സ് കിട്ടും. പിന്നെ റിവാർഡ് രണ്ട് അവതാരം ഇട്ടുണ്ട്. എനിക്ക് ഈ ഒരു അവതാരം കിട്ടി. ഞാനിത് പിന്നെ കളിക്കാൻ നിന്നില്ല. അതൊക്കെയാണ് ചാപ്റ്റർ 2 ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ കുറേ മാച്ച് ഉണ്ട്. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഈ സാധനം കണ്ട ഇത് നമുക്ക് കിട്ടും. റിയൽ മാഡ്രിഡ് ഡെലുക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ സാധനം കിട്ടും. ഇപ്പം ഞാനിത് കളിച്ച് കഴിഞ്ഞ കാരണം എനിക്കിപ്പോൾ ഇത് കളിച്ചാൽ വെറുതെ ഗ്യാരൻറ്റീഡ് അവാർഡ്സ് ഉണ്ടോ കണ്ടോ. ഞാൻ കാണിച്ചു തരാം. 500 ട്രെയിനിങ് ട്രാൻസ്ഫർ പോയിന്റ് കിട്ടും. കണ്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടുക. ഞാൻ കാരണം ഇങ്ങനെ കളിക്കണം. പിന്നെ വേറെ ഡയമണ്ടൊക്കെ കിട്ടും. ഞാൻ ഏതിലാണെന്നൊന്നും കണ്ടില്ല, നോക്കട്ടെ കേട്ടോ. ഡയമണ്ട് കളിച്ച ഏതിലാണ്? അതിന് നമ്മൾ ആദ്യം കളിച്ച് പിന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ ഡയമണ്ട് കിട്ടണമെന്ന് തോന്നുന്നു. ചാപ്റ്റർ 2 എങ്ങോട്ടാണെന്ന് തോന്നുന്നു. അതെ ഗൈസ്, കണ്ട 1000 ഡയമണ്ട് കിട്ടും. ഓരോരോന്ന് ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്ത് വയ്ക്കാം. 1000 കാര്യം ഈ 1000 പിന്നെ ഈ 1000 പ്ലസ് 2000 കഴിഞ്ഞിട്ട് 3000 4000 4000 വരെ കിട്ടും ഗൈസ്. നമുക്ക് അത്ര എനിക്കിപ്പം ഡയമണ്ടിൻ്റെ ആവശ്യം അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കളക്ഷനിലോട്ട് വരുമ്പോൾ ഓരോരോ ചാപ്റ്റർ 1 2 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ കിട്ടണ 2000 ജെംസാണ്. രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ 95 to 101 പ്ലെയറാണ്. എനിക്കിതിൽ കിട്ടിയത് നമ്മുടെ ഹീറോസി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളെ അപ്പം തന്നെ വിറ്റു. പിന്നെ അടുത്ത് തന്നെ 500 ട്രെയിനിങ് ട്രാൻസ്ഫർ പോയിൻ്റാണ്. പിന്നെ ഈ 104ൻ്റെ ബെക്കാം വരുന്നുണ്ട്, CM. അത് നമുക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്റർ 4 വരുന്നുണ്ട്. ഈ ബെക്കാമിനെ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് ഈ ബെക്കാമിനെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം എൻ്റെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 2 3 4 5 6 മതി എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ. അല്ല 5 മതി. ഇത് 5 കൂടെ കംപ്ലീറ്റ് ആക്കുമ്പോൾ കിട്ടണം ഈ ബെക്കാമിൻ്റെ കാർഡ്. അത്യാവശ്യം നല്ലതാണ്. കൊബിലോബിലോബില നല്ലതാണ്. അതൊക്കെയാണ് അപ്പോൾ ഇതിൽ വന്ന. അപ്പോൾ നമുക്ക് ഇനി ഒരു കളിയൊക്കെ കളിക്കാം. ഇനി നമുക്ക് എൻ്റെ ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ടീം ഇതാണ്. 106 VR. എൻ്റെ സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഇസാക്കാണ്. ഇസാക്കിൻ്റെ കാർഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അത്യാവശ്യം നല്ലൊരു കാർഡാണ്. ഞാൻ ട്രെയിനിങ് ചെയ്ത് നല്ലോണം വെൽ ട്രെയിനർ ആക്കി വെച്ചാണ്. 137 പേസ്, 141 ഷൂട്ടിങ്, 95 പാസിങ്, ഡ്രിബിളിങ് 125, 104 ഫിസിക്കലുണ്ട്, 51 ഡിഫെൻഡിങ്. അത്യാവശ്യം നല്ല കാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇതാണ് എൻ്റെ സ്ട്രൈക്കർ. പിന്നെ എൻ്റെ റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ റഫീന എന്ന് പറഞ്ഞൊരു കാർഡാണ്. റഫീന എല്ലാവർക്കും അറിയണ ഒരു നല്ലൊരു കാർഡാണത്. കിടിലൻ കാർഡാണ്. എല്ലാവരും തന്നെ ഇപ്പം തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരന്
ആ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹിച്ച് അപ്പോൾ തന്നെ ഞാൻ കറക്കിയപ്പോൾ തന്നെ റഫീനെ കിട്ടി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നീക്കോ വില്യംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ നീക്കോ വില്യംസ്. ഇയാളെ ഞാൻ ട്രെയിനിങ് ചെയ്ത വെച്ചാണ്. ഞാൻ സിദാനാണ് 105 സിദാനുണ്ട് CM ആയിട്ട്. പിന്നെ അപ്പുറത്ത് ബെർഗ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ അത്യാവശ്യം കുഴപ്പമില്ല, ഷൂട്ടിങ് കുറവാണ്. അതാണ് ഇയാളടിക്കണമൊക്കെ പുറത്താവണം, അതൊക്കെ മാത്രമേ ഉള്ളൂ. ക്യാം നമ്മുടെ പാൾമറാണ്. മറ്റേ സ്ലിപ്പറി സ്ലോപ്പ് ചലഞ്ച് ഉണ്ടായിരുന്നില്ലേ വിൻ്റർ വണ്ടേഴ്സിൽ, അത് കളിച്ചപ്പോൾ കിട്ടിയത് 20 എണ്ണം കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടണ സാധനമാണ് പാൾമറിന്. പിന്നെ ഇത് മെൻഡി, ലെഫ്റ്റ് ബാക്ക് മെൻഡിയാണ് എൻ്റെ. മെൻഡി അത്യാവശ്യം 121 ഡിഫെൻഡിങ്, 134 ഫാസ്റ്റാണ് കേട്ടോ മെൻഡി. പിന്നെ 101 കോയിമാനാണ്. ബാലൻഡിയോർ പാക്കിൽ നിന്ന് എല്ലാ മറ്റേ വീക്കും കളിച്ചിട്ട് ലാസ്റ്റ് ഇട്ടാണ് പ്ലെയറില്ലേ 99, അതിനാണ് ഞാൻ 101 ആക്കിയാണ്. ഇതിൽ കിട്ടിയത് കോമൻ 97 പേസ് ഉണ്ട്, 91 ഷൂട്ടിങ്, 108 പാസിങ്, 107 ഡ്രിബ്ലിങ്, 128 ഡിഫെൻഡിങ്, 121 ഫിസിക്കൽ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കാർഡാണ്. എല്ലാവരും നല്ല ഡിഫെൻഡാണ്. പിന്നെ ക്യാമ്പലിനെ കിട്ടിയിട്ടുണ്ട്. ക്യാമ്പലിനെ ഞാൻ കഷ്ടപ്പെട്ട് കറക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു കാർഡാണ്. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെ ഈ ക്യാമ്പലിൻ്റെ കാർഡ് വന്നത് കിമിച്ചാണ് എൻ്റെ റൈറ്റ് ബാക്കുമായിട്ട് വന്നത്. കിമിച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലൻ കാർഡാണ് ഗൈസ്. മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പണ്ടാറ വാല്യൂ ആണ്. ഇനി 118 പേസ്, 182 ഷൂട്ടിങ്, 123 പാസിങ്, 121 ഡ്രിബ്ലിങ്, 118 ഡിഫെൻഡിങ്, 96 ഫിസിക്കലുണ്ട്. അത്യാവശ്യം നല്ലൊരു കാർഡാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ ഞാൻ വെച്ചാൽ DG ആണ്. 101 DG ആയിരുന്നു. അയാൾ ഞാനിപ്പോൾ 104 ആക്കി. 104 ആക്കിയപ്പോൾ ഇത് നോക്കി, 156 ഡ്രൈവിങ്, 155 പൊസിഷനിങ്, 132 ഹാൻഡ്ലിങ്, 158 റിഫ്ലക്സ്, 116 കിക്ക്, പിന്നെ 122 ഫിസിക്കൽ. കിടിലൻ കാർഡ് എന്ന് പറഞ്ഞാൽ കിടിലൻ കാർഡ്. നമ്മൾ സ്റ്റാറും സ്കിൽ മൂവ്സും ഒക്കെ നോക്കിയിട്ടല്ലേ ഇതിനെടുക്കണം. നമുക്ക് ഏത് നല്ല ഗോളിയാണ് അയാളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നമ്മളീ എടുക്കലൊക്കെ. ഞാൻ അങ്ങനെ എടുത്ത ഒരാളാണ് DG. ഞാനോർത്ത് അത്യാവശ്യം കളിയില്ലാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് നല്ലോണം ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഹാർഡ് സ്റ്റോപ്പറാണ്, ലോങ് ത്രോ, വാക്കിംഗ്, ബാക്ക് ഫ്ലിപ്പാണ് ഇയാളുടെ സെലിബ്രേഷൻ. അത്യാവശ്യം നല്ലൊരു കളിക്കാരനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടീം ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിർദ്ദേശങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് കാണാൻ മുമ്പ് ബൈ.